ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ പർവ്വതങ്ങൾ കയറാൻ സാധിക്കുന്ന യുദ്ധ ടാങ്കുകൾ നിർമ്മിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സോറാവാർ ടാങ്കുകളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പർവ്വതങ്ങൾ കീഴടക്കാൻ സാധിക്കുന്ന യുദ്ധ ടാങ്കുകൾ. അതിർത്തിയിലെ ചൈന ഭീഷണികൾ നേരിടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക തരത്തിലുള്ള ഈ ടാങ്ക് ഇന്ത്യ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന് വെറും 25 ടൺ മാത്രമാണ് ഭാരം വരുന്നത്. സാധാരണഗതിയിൽ യുദ്ധ ടാങ്കുകളുടെ ഭാരം 50 ടണ്ണിനും മുകളിലാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ സോറാവാർ ടാങ്കുകൾ വളരെ സുഗമമായി തന്നെ വിമാനത്തിലടക്കം യുദ്ധസ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും. ചൈനയുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ കൂടുതലും പർവ്വതങ്ങളാണുള്ളത്. പ്രത്യേകിച്ചും പ്രശ്നബാധിത മേഖലകളെല്ലാം തന്നെയും പർവ്വതങ്ങളാൽ നിറഞ്ഞ സ്ഥലമാണ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് കൂടുതലായും ഇന്ത്യക്ക് യുദ്ധ ടാങ്ക് ഉപയോഗിക്കാൻ സാധിക്കുക. സാധാരണഗതിയിൽ യുദ്ധ ടാങ്കുകളുടെ ട്രാൻസ്പോർട്ടേഷനാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. പ്രത്യേകിച്ചും 50 ടൺ ഭാരമുള്ള വലിയ യുദ്ധ ടാങ്കുകൾ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ പർവ്വതം കയറാൻ സാധിക്കുന്ന 25 ടൺ മാത്രം ഭാരമുള്ള സോറാവാർ ടാങ്കുകൾ വളരെ സുഗമമായി യുദ്ധവിമാനങ്ങളിൽ തന്നെ അതിർത്തികളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാന മേന്മ എന്ന് പറയുന്നത്. ശത്രുവിന് മേൽ തീ തുപ്പുന്ന 105 mm വെടിയുണ്ടകളാണ് സോറാവാർ ടാങ്കുകളിൽ നിന്നും പുറത്തേക്ക് വഹിക്കുന്നത്. ചൈനീസ് അതിർത്തികൾക്ക് പുറമെ തന്നെ ലഡാക്കിലും പാക് അതിർത്തികളിലും ഇത് വിന്യസിപ്പിക്കാൻ ഇന്ത്യക്ക് പ്ലാനുണ്ട്. ഭാരം കുറവായതുകൊണ്ട് തന്നെ ഭാരം കൂടിയിട്ടുള്ള യുദ്ധ ടാങ്കുകളെ അപേക്ഷിച്ച് അതിവേഗം തന്നെ പർവ്വതങ്ങൾക്ക് മുകളിലേക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി സോറാവാർ ടാങ്കുകൾക്ക് സാധിക്കും. ഇന്ത്യയിലെ സൈനിക ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന DRDOയും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനമായിട്ടുള്ള ലാർസൻ ആൻഡ് ടൂബ്രോയും സംയുക്തമായിട്ടാണ് സോറാവാർ വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിനായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്ക് പദ്ധതി DRDO മേധാവി ഡോക്ടർ സമീർ കാവത്തിന്റെ നേതൃത്വത്തിലാണ് അവലോകനം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെറും 2.5 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ചെറിയൊരു ടാങ്ക് നിർമ്മിക്കാനും അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഇറക്കാനും DRDOയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെയും ഇന്ത്യൻ റിസർച്ച് മേഖലയുടെയും നേട്ടമായി തന്നെയാണ് കരുതുന്നത്. DRDOയുടെ കണക്കുകൾ അനുസരിച്ച് 2027 തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ സോറാവാർ ടാങ്കുകൾ പുറത്തിറക്കാൻ സാധിക്കുമെന്നും അവ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നും പറയപ്പെടുന്നു. സാധാരണഗതിയിൽ ലോകത്താകമാനം ഉപയോഗിക്കുന്നത് 3 വ്യത്യസ്ത തരത്തിലുള്ള ടാങ്കുകളാണ്. ഭാരമനുസരിച്ച് 3 വിഭാഗങ്ങളാണ് ഇതിനുള്ളത്: ഹെവി ടാങ്കുകൾ, മീഡിയം ടാങ്കുകൾ, ലൈറ്റ് ടാങ്കുകൾ. ഓരോ ടാങ്കുകളും അവയുടെ സവിശേഷതകൾ അനുസരിച്ച് തന്നെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സോറാവാർ ടാങ്കുകൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ടാങ്കുകൾ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇന്ത്യയുടെ പക്കൽ തന്നെയുള്ള കനത്ത ഭാരമുള്ള ടാങ്കുകളാണ് T-72, T-90 എന്നിവ. പക്ഷേ ആ ടാങ്കുകളേക്കാൾ വളരെ എളുപ്പത്തിൽ മലനിരകളിലെ കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെ സഞ്ചരിക്കാനും നദികളും മറ്റ് ജലാശയങ്ങളും മുറിച്ചു കടക്കാനും സോറാവാർ ടാങ്കിന് ഈസിയായി തന്നെ സാധിക്കും. ലഡാക്ക് മേഖലയിലേക്കും പടിഞ്ഞാറൻ ടിബറ്റിലേക്കും സൈനിക പരിവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള 19-ാം നൂറ്റാണ്ടിലെ ഡോഗ്ര ജനറൽ സൊരാവർ സിംഗിന്റെ പേരിലാണ് ഈ ഒരു ടാങ്ക് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് സോറാവാർ എന്ന പേര് വരുന്നത്. മൊത്തത്തിൽ 354 ലൈറ്റ് ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 59 സോറാവാർ ടാങ്കുകൾക്ക് ഇന്ത്യൻ സൈന്യം പ്രാരംഭ ഓർഡറും നൽകിയിട്ടുള്ളത്. ഇവയെല്ലാം തന്നെയും 2027 തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ചൈനയുടെ ചില ഭാരം കുറഞ്ഞ ടാങ്കുകൾക്ക് ബദലായിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു ടാങ്ക് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിലേക്കുള്ള മറ്റൊരു നാഴികക്കല്ല് കൂടിയാണ് സോറാവാർ ടാങ്കുകൾ.